ഓം നമോ നാരായണായ. നാരായണീയം ദശകം 98 നിഷ്കള ബ്രഹ്മോപാസന. യസ്മിന്നേതദ്വിഭാതം യദ ഇദമഭവം യേന ചേതം യ ഏതത് യോസ്മാദുത്തീർണരൂപ ഖലു സകലമിദം ഭാസിതം യസ്യ ഭാസാ യോ വാചാം ദൂരെ ദൂരെ പുനരപി മനസാം യസ്യ ദേവാ മുനീന്ദ്ര യോ വിദ്യുസ്തത്വരൂപം കിമു പുനരപരേ കൃഷ്ണ തസ്മൈ നമസ്തേ. ജന്മാധോ കുർമ നാമ സ്ഫുടമിഹ ഗുണദോഷാധികം വാ ന യസ്മിൻ ലോകാനാമുദയേ യസ്വയമനുഭജതേ താനി മായാനുസാരീ. ബിഭ്രശ്ചക്തിരൂപോഭി ച ബഹുതരരൂപോവഭാത്യത്ഭുതാത്മാ തസ്മൈ കൈവല്യധാമ്നെ പരരസപരിപൂർണായ വിഷ്ണു നമസ്തേ. നോ തിര്യഞ്ചം ന മർത്യം ന ച സുരമസുരം ന സ്ത്രിയം നോ പുമാംസം ന ദ്രവ്യം കർമ്മജാതിം ഗുണമഭി സദസദ്വാഭിതേ രൂപമാഹു. ശിഷ്ടം യൽസ്യാന്നിഷേധേ സതി നിഗമശതൈ ലക്ഷണാവൃത്തിതസ്തത് കിച്ഛ്രേണാവേദ്യമാനം പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ. മായായാം ബിംബിതസ്ത്വം സൃജതി മഹദഹം കാരതന്മാത്രഭേദൈഃ ഭൂതഗ്രാമേന്ദ്രിയാദ്യൈരപി സകല ജഗത് സ്വപ്നസങ്കൽപകൽപം. ഭൂയഃ സംഹൃത്യ സർവം കമഠ ഇവ പതാന്യാത്മനാ കാലശക്ത്യാ ഗംഭീരേ ജായമാനെ തമസി വിധിമിരോ ഭാസി തസ്മൈ നമസ്തേ. ശബ്ദബ്രഹ്മേതി കർമ്മേത്യനുരിതി ഭഗവൻ കാല ഇത്യാലപന്തി ത്വാമേകം വിശ്വഹേതും സകലമയതയാ സർവഥാ കൽപ്യമാനം. വേദാന്ത്യൈര്യത്തു ഗീതം പുരുഷപരചിദാത്മാഭിധം തത്വം പ്രേക്ഷാമാത്രേണ മൂലപ്രകൃതി വികൃതികൃൽ കൃഷ്ണ തസ്മൈ നമസ്തേ. സത്വേനാസത്തയാ വാ ന ച ഖലു സദസത്വേന നിർവാച്യരൂപാ ധത്തേയാ സാവവിദ്യാ ഗുണഫണിമതിവ വിശ്വദൃശ്യാവഭാസം. വിദ്യാത്വം സൈവ യാദാ സൃജിവചനലവൈ യത്കൃപാസിന്ധലാഭേ സംസാരണ്യസദ്യസ്തൃടന പരശുതാ മേദി തസ്മൈ നമസ്തേ. ഭൂഷാസു സ്വർണവദ്വാ ജഗതി ഘടശരാവാതികേ മൃത്തികാവത് തത്വേ സഞ്ചിന്യമാനെ സ്ഫുരതി തദധുനാപ്യദ്വിതീയം വപുസ്തേ. സ്വപ്നദ്രഷ്ടു പ്രബോധേ തിമിരലയവിധൗ ജീർണരഞ്ജോശ്ച യദ്വത് വിദ്യാലാഭേ തഥൈവ സ്ഫുടമഭി വികസേൽ കൃഷ്ണ തസ്മൈ നമസ്തേ. യദ്ഭീത്യോദേതി സൂര്യോ ദഹതി ച ദഹനോ വാദിവായുസ്തഥാന്യേ യദ്ഭീത പത്മജാദ്യ പുനരുചിതബലീനാഹരന്തേനു കാലം. യേനൈവാരോപിതാ പ്രാജ്ഞ പദമപി തേ ജാഭിതാരശ്ച പശ്ചാത് തസ്മൈ വിശ്വന്നിയന്ത്രേ വയമഭി ഭവതേ കൃഷ്ണ കുർമ പ്രണാമം. ത്രൈലോക്യം ഭാവയന്തം
ത്രിഗുണമയമിതം ത്രക്ഷരസ്യൈകവാച്യം ത്രിശാനാമൈക്യരൂപം ത്രിഭിരഭിനിഗമൈകീയമാനസ്വരൂപം തിസ്രോവസ്ഥ വിദന്തം ത്രിയുഗനിജുഷം ത്രിക്രമാക്രാന്തവിശ്വം ത്രൈകാല്യേ ഭേദഹീനം ത്രിഭിരഹമനിശം യോഗഭേദൈർഭജേ ത്വാം സത്യം ശുദ്ധം വിബുദ്ധം ജയതി തവ വപു നിത്യമുക്തം നിരീഹം നിർദ്വന്ദ്വം നിർവികാരം നിഖിലഗുണഗണവ്യഞ്ജനാധാരഭൂതം നിർമൂലം നിർമ്മലം തം നിരവധി മഹിമോല്ലാസി നിർലീനമന്ദ നിസ്സംഗാനാം മുനീനാം നിരുപമ പരമാനന്ദ സാന്ദ്രപ്രകാശം ദുർവാരം ദ്വാദശാരം ത്രിശതപരിമിള ഷഷ്ടിപർവാഭിവീതം സംഭ്രാമ്യക്രൂരവേഗം ക്ഷണമനുജഗദാച്ചിത്യസന്താവമാനം ചക്രം തേ കാലരൂപം വ്യഥയതു നതു മാം ത്വത്പദൈകാവലംബം വിഷ്ണോ കാരുണ്യസിന്ധോ പവനപുരപതേ പാഹി സർവാമയൗഖാദ്. ശ്രീകൃഷ്ണ ശരണം മമ ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം, ശ്രീഗുരുവായൂരപ്പാ ശരണം. ശ്രീമന്നാരായണീയം ദശകം 98 ഇന്ന് അനുസ്മരിക്കാനുള്ളത്. 97 ദശകത്തിൽ ഉത്തമഭക്തി, പ്രാർത്ഥന, അതുപോലെ മാർക്കണ്ഡേയ കഥ ഇതൊക്കെ അനുസ്മരിക്കുകയുണ്ടായി. 97 ദശകം സമർപ്പിച്ചപ്പോൾ ഭഗവാൻ ശുദ്ധസത്വമാത്ര സ്വരൂപനാണ്, സത്വം ചിത്വമായ സാക്ഷാൽ ബ്രഹ്മത്തിൽ നിന്ന് അഭിന്നമായ സ്വരൂപൻ ആണ്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പനാണ് ഗുരുവായൂരിൽ വിരാജിക്കണത് എന്ന് പറഞ്ഞു. ആ നിഷ്കള ബ്രഹ്മതത്വം പറഞ്ഞതിന് ശേഷം അങ്ങനെയുള്ള ഗുരുവായൂരപ്പനെ സ്തുതിക്കണം. സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന ഗുരുവായൂരപ്പനെ സ്തുതിക്കണം. അപ്പോൾ എന്താണ് ബ്രഹ്മം എന്ന് ഈ ബ്രഹ്മത്തിനെക്കുറിച്ച് പറയാൻ പ്രയാസം തന്നെയാണ്. കാരണം നമുക്ക് പല വാക്കുകളൊക്കെ എടുക്കാം, പറയാം. നിഷ്കളം, ശാന്തം, നിരവധ്യം, നിരഞ്ജനം ഇതൊക്കെ നമുക്ക് പറയാം. പക്ഷേ എങ്ങനെയാണ് ബ്രഹ്മത്തിനെക്കുറിച്ച് പറയാം? കാരണം നാമം, രൂപം ഇതുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതൊന്നും ബ്രഹ്മത്തിന് ബാധകമല്ല. അപ്പോൾ ആ ബ്രഹ്മസ്വരൂപനായ ആ ഗുരുവായൂരപ്പൻ ബ്രഹ്മസ്വരൂപനാണ്, സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയാണ്. ആ ഗുരുവായൂരപ്പനെയാണ് സ്തുതിക്കണത്, നമസ്കരിക്കണത്. നമുക്ക് ഒന്ന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. എല്ലാത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഈ ഗുരുവായൂരപ്പനെ, ഈ പരബ്രഹ്മമൂർത്തിയെ നമസ്കരിക്കുക. അത് മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ എന്നർത്ഥം. അതാണ് ഈ 98 ദശകത്തിൽ ബോധിപ്പിക്കുന്നത്. യസ്മിന്നേതത് വിഭാതം യത ഇദമഭവത് യേന ചേതം യ ഏതത് യോസ്മാദുത്തീർണരൂപ ഖലു സകലമിദം ഭാസിതം യസ്യ ഭാസ യോ വാചാം ദൂരദൂരെ പുനരപി മനസാം യസ്യ ദേവാ മുനീന്ദ്ര നോ വിദ്യുസ്തത്വരൂപം കിമു പുനരപരേ കൃഷ്ണ തസ്മൈ നമസ്തേ. ആ കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം പറയണം. എങ്ങനെയാണ് നമസ്കരിക്കുക ഭഗവാനെ? സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായിട്ട് കണ്ട് നമസ്കരിക്കുക. ഇവിടെ നിർഗുണ സ്വരൂപത്തിൽ ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ തന്നെ നിർഗുണമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ദശകം പറയുമ്പോൾ ഗജേന്ദ്രൻ ഭഗവാനെ സ്തുതിക്കുന്നത് അതാണ് ശരിക്ക് നിർഗുണസ്തുതി. അതിലൂടെ അങ്ങോട്ട് പോയാൽ
ഈ ദശകം എവിടെയൊക്കെയോ ഗജേന്ദ്രൻ്റെ സ്തുതിയിൽ കൂടെ പോകണമെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. എങ്ങനെ ഇപ്പോൾ ബ്രഹ്മത്തിനെ പറയുക? പല വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. ഈ വാക്കുകളൊന്നും അവിടേക്ക് എത്തില്ല, അത് വേറെ കാര്യം. നിഷ്കളം, ശാന്തം, നിരവധ്യം, നിരഞ്ജനം, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ വ്യക്തമായിട്ട് ഈ ബ്രഹ്മത്തിനെക്കുറിച്ച് വേദങ്ങൾ പോലും പറയണത് അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് എന്താണോ അവശേഷിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഭഗവാന്റെ പരമാർത്ഥ സ്വരൂപം ദേവാ മുനീന്ദ്ര യസ്യ തത്വരൂപം നോ വിദ്യൂത. ദേവന്മാരും അതുപോലെ മുനീന്ദ്രന്മാരും പോലും ഈ ഭഗവാന്റെ പരമാർത്ഥ സ്വരൂപം അറിയുന്നതാണ്. പിന്നെ എങ്ങനെ ഇപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവുക? കാരണം ഇത് വാക്കുകൊണ്ട് പറയാൻ പറ്റിയതല്ല, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റിയതല്ല. ഇതം ജഗത് സകലം യസ്യ ഭാസാഭാസിതം. എങ്ങനെയാണ് ഈ ബ്രഹ്മത്തിനെ മനസ്സിലാക്കുക? ഈ ഗുരുവായൂരപ്പൻ പൂർണ്ണ ബ്രഹ്മസ്വരൂപനാണ്, പരിപൂർണ ബ്രഹ്മസ്വരൂപമാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ആ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചം മുഴുവൻ തേജസ് കൊണ്ട് നിറച്ചത്. ബ്രഹ്മ തേജസ്സാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ. എന്ത് പ്രകാശിക്കുന്നുണ്ടോ അതിനൊക്കെ കാരണം ഈ ബ്രഹ്മത്തിൻ്റെ തേജസ്സാണ്, ആ ഗുരുവായൂരപ്പൻ്റെ തേജസ്സാണ്, ആ ബ്രഹ്മത്തിൻ്റെ പ്രകാശമാണ്. യസ്മിൻ ഏതത് വിഭാതം. കാരണം ഭഗവാനിലാണ് പ്രകാശിക്കുന്നത് ഈ പ്രപഞ്ചം, ഈ ജഗത്ത് മുഴുവൻ പ്രകാശിക്കുന്നത് ഭഗവാനിലാണ്. ഭഗവാനിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഭഗവാൻ മായയെ സ്വീകരിക്കുന്നു. സൃഷ്ടി ആരംഭിക്കുന്ന സമയത്ത് ഇതെല്ലാം ഉണ്ടാവണം. യഥ ഇതം അഭവത്. ഇനി ഇത് നിലനിൽക്കുന്നത് ഭഗവാനിലാണ്, ഉണ്ടായത് ഭഗവാനിൽ നിന്നാണ്, ഇനി എല്ലാം ലയിക്കുന്നതും ഭഗവാനിലാണ്. അപ്പോൾ ഈ ജഗത്ത് സത്യത്തിൽ ആരുടെ രൂപമാണ്? ഭഗവാന്റെ രൂപം തന്നെയാണ്. എന്നാൽ ഭഗവാൻ ഇതിൻ്റെ ഒക്കെ അപ്പുറത്താണ് നിൽക്കുന്നത്. ഭഗവാൻ ഇതൊന്നും ബാധകമല്ല. കാലം ഭഗവാനെ ചോദിപ്പിക്കുന്നു സൃഷ്ടി ചെയ്യാനായി എന്ന് പറയുമ്പോൾ, അല്ലേ, നമ്മളിപ്പോൾ സാധാരണ അലാറം വെച്ചിട്ടാണല്ലോ എണീക്കൽ. അതുപോലെ സമയമാവുമ്പോൾ ഭഗവാനെ ഓർമ്മപ്പെടുത്തുന്നു, ഭഗവാനിൽ ഉള്ള ശക്തിയായ കാലം ഓർമ്മിപ്പിക്കുന്നു. സൃഷ്ടി ചെയ്യാനായി ഭഗവാനെ എന്ന് പറഞ്ഞാൽ മായയെ കൂട്ടുപിടിച്ച് ഭഗവാൻ സൃഷ്ടിക്കുന്നു. അപ്പം അങ്ങനെ സൃഷ്ടിക്കുമ്പോഴും ഭഗവാന്റെ അപ്പുറത്താണ് ഇതൊക്കെ. ഭഗവാനെ ഇതൊന്നും ബാധിക്കണില്ല. എങ്ങനെയാണോ സൂര്യൻ അവിടെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ജീവിക്കാൻ സാധിക്കുന്നുണ്ട്, വായു കിട്ടുന്നുണ്ട്, വെള്ളം കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊന്നും സൂര്യനെ ബാധിക്കുന്നില്ല. അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്താണ്. കൃഷ്ണ തസ്മൈ നമസ്തേ. നമുക്കതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ മാത്രമേ സാധിക്കൂ. എല്ലാത്തിനും നിയന്ത്രിക്കുന്ന ഈ ശക്തിയെ, ഈ ബ്രഹ്മത്തെ, ഈ ഗുരുവായൂരപ്പനെ നമസ്കരിക്കുക മാത്രമേ സാധിക്കുള്ളൂ. അത്രേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഭഗവാൻ ഈ പരബ്രഹ്മം എങ്ങനെയാണ് ചക്ഷു എന്ന് പറയുന്നത്. എന്താ ചക്ഷു എന്ന് പറഞ്ഞാൽ? വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്ന ചക്ഷുസ്സിന് കൂടിയും പ്രകാശം കൊടുക്കുന്ന വിശിഷ്ട ചക്ഷുസ്സായവനാണ് ഭഗവാൻ, അല്ലെങ്കിൽ ഈ ബ്രഹ്മം. അതാണ് ചക്ഷു എന്ന് പറയുന്നത്. അങ്ങനെ ഈ ബ്രഹ്മത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇത് ഗജേന്ദ്രൻ്റെ സ്തുതിയിൽ ഇതേ ശ്ലോകം അർത്ഥം വരുന്ന ഭാഗമുണ്ട്. യസ്മിന്നിദം യതശ്ചേദം യേനേദം യ ഇദം സ്വയം യോസ്മാത് പരസ്മാച്ച പര തം പ്രപദ്യേ സ്വയംഭുവം. ഈ ശ്ലോകം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഭഗവാനിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്, അല്ലേ? എല്ലാം നിലനിൽക്കുന്നതും അവിടെ തന്നെയാണ്, എല്ലാം ലയിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അത് നമുക്ക് ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല.
ക്വചിത് വിഭാതം ക്വചതത്തിരോഹിതം എന്ന് പറയുന്നു. ചില സമയത്ത് വ്യക്തമാവും, ചില സമയത്ത് അവ്യക്തമാവും. ആ വ്യക്തമായതായാലും അവ്യക്തമായതായാലും വിശ്വത്തിൽ എല്ലാത്തിനും സാക്ഷിയായിട്ട് വർത്തിക്കുന്നു. അത് വ്യക്തമായ സമയത്തായാലും അതുപോലെ തന്നെ അവ്യക്തമായ സമയത്തായാൽ പോലും ഭഗവാൻ സാക്ഷിയായിട്ട് നിൽക്കുന്നു. അന്ധകാരത്തിൽ കിടക്കുന്ന സമയമാണെങ്കിൽ പോലും, അതായത് എല്ലാം ഭഗവാനിൽ ലയിച്ചിട്ട് പൂർണ്ണമായിട്ടുള്ള അന്ധകാരം ഉള്ള സമയത്താണെങ്കിൽ പോലും ഭഗവാൻ പ്രകാശസ്വരൂപനായിട്ട് വർത്തിക്കുന്നു. ഇനി ഇവിടെ വ്യക്തമാവുമ്പോഴോ അപ്പോഴും ഭഗവാൻ തന്നെയാണ് വർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ജഗത്തിനെ ഭഗവാൻ തന്നെയാണ് കാരണം. ഈ ജഗത്തിനെ രക്ഷിക്കുന്നത് ഭഗവാനാണ്. എല്ലാം ഭഗവാനാണ്, എല്ലാം ഗുരുവായൂരപ്പനാണ്. ഉണ്ടായിട്ടുള്ളതിനൊക്കെ ഈ ഷഡ്ഭാവങ്ങളുണ്ട്. അതൊക്കെ നശിക്കുന്നതാണ് അല്ലേ? ജനിക്കുക, വളരുക, നിലനിൽക്കുക, പരിണമിക്കുക, ക്ഷയിക്കുക, നശിക്കുക തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടുള്ളതിനൊക്കെ ബാധകമാണ്. അതായത് പ്രകൃതിക്ക് അത് ബാധകമാണ് എന്നർത്ഥം. പ്രകൃതി ഈ എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ ഇത് എല്ലാത്തിനും കാരണക്കാരനായിരിക്കുന്ന ഭഗവാന് ഇത് വല്ലതുണ്ടോ? ഒന്നുമില്ല. ജന്മാധോ കർമ്മനാമ സ്ഫുടമിഹ ഗുണദോഷാധികം വാനയസ്മിൻ ലോകാനാമൂതയേയ സ്വയമനുഭജത്തെ താനി മായാനുസാരി ബിഭ്രശക്തിരൂപോപി ച ബഹുതരരൂപോ വിഭാത്യാത്ഭുതാത്മാ തസ്മൈ കൈവല്യദാംനേ പരരസപരിപൂർണായ വിഷ്ണോ നമസ്തേ. ഭഗവാനെ സംബന്ധിച്ച് ഭഗവാന് ജന്മമില്ല, നാമമില്ല. ഈ ബ്രഹ്മത്തിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇതൊന്നും ഭഗവാന് ബാധകമല്ല. എന്നാൽ ഈ ലോകത്തിനെ അനുഗ്രഹിക്കാൻ വേണ്ടി, ലോകത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ മായയെ കൂട്ടുപിടിച്ചുകൊണ്ട് ജന്മാദികളെ സ്വീകരിക്കുന്നു. എങ്ങനെയാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്? താനി സ്വയം അനുഭജത്തെ, സ്വാതന്ത്ര്യത്തോടു കൂടി സ്വീകരിക്കുന്നു. അങ്ങനെ ഏകനായിട്ടുള്ള ഭഗവാൻ, അതായത് ഏകനായിട്ടുള്ള ഭഗവാൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പൊതുവെ ഭഗവാന് രൂപമില്ല. രൂപമില്ലാത്ത ഈ ഗുരുവായൂരപ്പൻ അനേക രൂപനായിട്ട് ശോഭിക്കണം. ഹേ വിഷ്ണു കൈവല്യതാംനേ പരിരസ പരിപൂർണായ തസ്മൈ തേ നമഃ. അതുകൊണ്ട് ഭഗവാൻ സർവവ്യാപിയാണ്, മോക്ഷസ്വരൂപനാണ്, സച്ചിദാനന്ദ പരിപൂർണനാണ്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. അപ്പോൾ ഭഗവാൻ എന്തിനാ നമുക്ക് അവതരിച്ചു എന്ന് പറയാം. അവതരിക്കുന്നുണ്ടെങ്കിലും ഭഗവാൻ തൻ്റെ മായയെ കൂട്ടുപിടിച്ചുകൊണ്ട്, അതും ഗജേന്ദ്രസ്തുതിയിൽ പറയുന്നുണ്ട്, തഥാപി ലോകാപ്യ സംഭവായ സ്വമായ താന്യനുകാലം ഋച്ഛതി. അനുകാലം ഋച്ഛതി. ഭഗവാൻ ജന്മങ്ങളെ തൻ്റെ മായ കൊണ്ട് കാലത്തിനനുസരിച്ച്, കാലത്തിനനുസൃതമായിട്ട് സ്വീകരിക്കുന്നു. അത്രേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതൊന്നും ഒരു തരത്തിലും ഈ ബ്രഹ്മത്തിനെ ബാധിക്കുന്നില്ല. ഇപ്പം ഇവിടെ ഭഗവാൻ എന്താണെന്ന് പറഞ്ഞു? സച്ചിദാനന്ദ പരിപൂർണനാണ് എന്ന് പറഞ്ഞു ഇല്ലേ? അതായത് പരിരസ പരിപൂർണായ തസ്മൈ തേ നമഃ എന്ന് പറഞ്ഞാൽ ഭഗവാൻ സച്ചിദാനന്ദ പരിപൂർണനാണെന്നർത്ഥം. സച്ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാൻ. എന്താ ഈ സച്ചിദാനന്ദം? സച്ചിദാനന്ദ സ്വരൂപം എന്ന് വെച്ചാൽ സത്ത് എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തും വർത്തമാനകാലത്തും ഭാവി കാലത്തിലും ഒക്കെ നിലനിൽക്കുന്നതാണ് സത്ത് എന്ന് പറയുന്നത്. ഇനി ചിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപമാണ് ചിത്ത്. ആനന്ദം എന്ന് പറഞ്ഞാൽ സുഖസ്വരൂപമാണ് ആനന്ദം. മായയെ നമുക്ക് ബ്രഹ്മത്തിൻ്റെ പ്രതിബിംബമായിട്ടൊക്കെ പറയാം. ഈ ജീവൻ എന്നുള്ളത് ശുദ്ധ ചൈതന്യമാണ്. അതെപ്പോഴാണോ തിരിച്ചറിയണത്
ആ തിരിച്ചറിവ് ആർക്കാണോ ലഭിക്കുന്നത് അദ്ദേഹം ജീവൻ മുക്തനാണ്. എന്നാൽ ഭഗവാന് ഒരു തരത്തിലും ഒരു രൂപവുമില്ല. അതായത് ഭഗവാൻ അരൂപത്വം ഉള്ള ആളാണ്, ബഹുരൂപത്വം ഉള്ള ആളാണ്. എങ്ങനെയാണ് ഈ അരൂപത്വം ബഹുരൂപത്വം കൂടി ഭഗവാൻ വരണത്? അടുത്ത ശ്ലോകം പറയണം. നോ തിര്യഞ്ചം നമർത്യം ന ച സുരമസുരം ന സ്ത്രിയം നോ പുമാംസം ന ദ്രവ്യം കർമ്മജാതിം ഗുണമപി സതസദ്വാപി തേ രൂപമാഹു ശിഷ്ടം യസ്യാം നിഷേധേ സതി നിഗമശതേർലക്ഷണാവൃത്തിതസ്തത് കൃച്ഛ്രേണ ആവേദ്യമാനം പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ. ഇതേ ശ്ലോകം നമുക്ക് ഗജേന്ദ്രൻ്റെ സ്തുതിയിൽ കാണാം. സവൈ ന ദേവാസുരമർത്യ തിര്യങ് ന സ്ത്രീ ന ഷണ്ടോ ന പുമാൻ ന ജന്തു നായം ഗുണകർമ്മ ന സന്ന ചാസൻ നിഷേധശേഷോ ജേതാദശേഷ എന്ന് പറയും. നോ തിര്യഞ്ചം നമർത്യം. ഭഗവാന്റെ സ്വരൂപം, ഗുരുവായൂരപ്പൻ്റെ സ്വരൂപം നമുക്ക് എന്തായിട്ട് പറയാം? തിര്യക്കായിട്ട് പറയാൻ പറ്റുമോ? നോ തേ രൂപം ന തിര്യഞ്ചം. തിര്യക്കല്ല ഭഗവാൻ. തിര്യക്കെന്ന് പറഞ്ഞാൽ പക്ഷിമൃഗാദികളൊക്കെ. അതുപോലെ ന മർത്യം എന്ന് വെച്ചാൽ സുരം, അസുരം, ന സ്ത്രീയം, നോ പുമാംസം. ഭഗവാൻ മനുഷ്യനല്ല, ദേവനല്ല, അസുരനല്ല, സ്ത്രീയല്ല, പുരുഷനല്ല, ദ്രവ്യമല്ല, കർമ്മം, ജാതി, ഗുണം, സത്ത്, അസത്ത്, ഇതൊന്നുമല്ല. അത് സ്ഥൂലം, സൂക്ഷ്മം, ഇതൊന്നുമല്ല ഭഗവാൻ. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ ഭഗവാൻ എങ്ങനെ അറിയാം? നിഷേധശേഷോ ജയദാദശേഷ. നിഷേധേ സതി യത് ശിഷ്ടം സ്യാത് നികമശതൈഹി ലക്ഷണാവൃത്തിത കൃച്ഛ്രേണ ആവേദ്യമാനന്ദത് പരമസുഖമയം ഭാതി തസ്മൈ തേ നമഃ. എല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ, ഇതൊന്നും അല്ല എന്ന് പറഞ്ഞാൽ, പിന്നെ ഉപനിഷത്തിൽ പറയുന്ന പലതരത്തിലുള്ള വാക്യങ്ങളുണ്ട് അല്ലേ? തത്വമസി, അത് ലക്ഷണാവൃത്തി കൊണ്ടൊക്കെ മനസ്സിലാക്കുക എന്നാണ് സൂചിപ്പിക്കുന്നത്. ജഹല്ലക്ഷണ, അജഹല്ലക്ഷണ, ജഗദഹജല്ലക്ഷണ എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് തരത്തിലൊക്കെ പറയാറുണ്ട്. അപ്പം അതിലേക്ക് പോയാൽ അത് വേദസ്തുതിയിൽ എങ്ങനെയാണ്, വേദങ്ങൾ എങ്ങനെയാണ് ബ്രഹ്മത്തിനെക്കുറിച്ച് പറയണത്, ഭഗവാനെക്കുറിച്ച് പറയണത് എന്നുള്ള ഭാഗം അവിടെ സൂചിപ്പിക്കുക. അടുത്ത ദശകം വേദസ്തുതിയാണല്ലോ. എന്തായാലും നമുക്കൊന്നേ പറയാൻ പറ്റുള്ളൂ, ഭഗവാൻ പരമാനന്ദ സ്വരൂപനായിട്ട്, സച്ചിദാനന്ദ സ്വരൂപമായിട്ട് വിരാജിക്കുന്നു. അതെങ്ങനെ മനസ്സിലാക്കണം? നിഷേധശേഷോ ജയദാദശേഷ. എന്താണോ അവശേഷിക്കുന്നത്, നേതി നേതി എന്ന് പറഞ്ഞു പോയിട്ട് എന്താണോ അവശേഷിക്കുന്നത്, അത് വെച്ചിട്ട് മനസ്സിലാക്കണം ഭഗവാനെ. ഇപ്പം ഭഗവാൻ തിര്യക്കല്ല എന്ന് പറഞ്ഞു, ദ്രവ്യമല്ല, ഇതൊന്നുമല്ല. ശബ്ദബ്രഹ്മം അല്ലേ? ലക്ഷണാവൃത്തി എന്ന് പറഞ്ഞാൽ അത്ര അമുഖ്യമായ ശബ്ദവ്യാപാരം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബ്രഹ്മത്തെ മനസ്സിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്കൊന്നേ സാധിക്കൂ, നമസ്കരിക്കുക മാത്രം, ഗുരുവായൂരപ്പനെ നമസ്കരിക്കുക. അതായത് ഇവിടെ ഭഗവാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭഗവാൻ പരമാനന്ദ സ്വരൂപനാണ് എന്ന് മാത്രം പറയാം. നമുക്ക് പലപ്പോഴും കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല, ഒരു ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ധ്യാനം കൊണ്ട് കുറച്ചൊക്കെ അനുഭൂതികൾ ഉണ്ടാവും, അല്ലെങ്കിൽ അനുഭവങ്ങൾ. ഭഗവാൻ അനുഭവ സ്വരൂപനാണ്. ധ്യാനത്തിലൂടെയോ നാമജപത്തിലൂടെയോ നമസ്കാരത്തിലൂടെയോ അങ്ങനെ ഭഗവാനെ മനസ്സിലാക്കുക, അത്രേ സാധിക്കുള്ളൂ. കാരണം മുനീശ്വരന്മാർ പോലും, മുനിമാർക്ക് പോലും അവർ ഹൃദയത്തിലെ ഭഗവാന്റെ ആ ആനന്ദം കണ്ടെത്തുന്നു എന്നുള്ളത് ഒഴിച്ചാൽ എന്താണെന്ന് വ്യക്തമായിട്ട് ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ബ്രഹ്മാവ് പറയണ്ടല്ലോ ഭാഗവത്തിൽ,
മനസ്സിലാവില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നിഷേധിച്ചു കഴിഞ്ഞാൽ, എല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ഭഗവാന് മനസ്സിലാവും എന്താണോ അവശേഷിക്കുന്നത് അതാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഭഗവാൻ സാക്ഷിയായിട്ട് എല്ലാത്തിലുമുണ്ട്. ആ സാക്ഷിയാണ് മനസ്സിലാക്കേണ്ടത്. മായായം ബിംബിതസ്തും സൃജസി മഹദഹങ്കാരതന്മാത്ര ഭേദൈഹി. ഭഗവാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഭഗവാന്റെ അല്ലേ, ഭഗവാനല്ലേ എല്ലാം സൃഷ്ടിച്ചത്. ഈശ്വരൻ ഗുരുവായൂരപ്പനാണ് എല്ലാം സൃഷ്ടിച്ചത്. സൃഷ്ടിയുടെ തുടക്കം എവിടെയാണ്? മഹത്തത്വമാണ് ആദ്യം ഉണ്ടാവുക അല്ലേ. ആ മഹത്വ ഗുണങ്ങൾക്ക് വ്യത്യാസം വരണു. മഹത്തത്വം, അതുപോലെ തന്മാത്രകൾ, ശബ്ദസ്പരിശാദികളായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ, അതൊക്കെ ആ സൃഷ്ടിയുടെ ക്രമം. എല്ലാം ഭഗവാൻ സൃഷ്ടിക്കുന്നു, എല്ലാം ഇവിടെ നിലനിർത്തുന്നു. എന്നിട്ടോ ഭൂയ കമഠ പദാനി ഇവ. ആമ എങ്ങനെയാണോ കാലുകളെ തന്നിലേക്ക് തന്നെ വലിക്കുന്നത്, അതുപോലെ സൃഷ്ടിച്ചയാൾ നിലനിർത്തിക്കൊണ്ട് പിന്നീട് അതിനെ തന്നിലേക്ക് തന്നെ സംഹരിക്കുന്നു. ആ സംഹരിച്ച സമയത്തും ഗംഭീരേ തമസി ജായമാനേ വിതിമിര ഭാസി. അപ്പോൾ എല്ലാം ഭഗവാനിൽ ലയിച്ചു കഴിഞ്ഞാൽ ചുറ്റുപാടും ഇരുട്ടായിരിക്കും, തമസ്സായിരിക്കും. അതെ, ആ ഇരുട്ടിൻ്റെ ഒരു ബന്ധവുമില്ലാതെ ഭഗവാൻ ആനന്ദസ്വരൂപനായിട്ട്, ചിദാനന്ദസ്വരൂപനായിട്ട് പ്രകാശിക്കുന്നു, സ്വയം പ്രകാശിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. പിന്നെ എങ്ങനെയാണ് ഭഗവാൻ സൃഷ്ടിച്ചത്? ഇതൊക്കെ സ്വപ്നസങ്കല്പകൽപ്പം. നമ്മളൊക്കെ ഈ സ്വപ്നത്തിൽ പല കാര്യങ്ങൾ കാണുക, ഓരോന്ന് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ, പല അനുഭവങ്ങളും നമുക്കുണ്ടല്ലോ. ആ സ്വപ്നം അങ്ങോട്ട് പോയാലോ ഇതൊക്കെ തോന്നും. തോന്നലാന്ന് മനസ്സിലാവും. ഇതുപോലെയാണ് പ്രപഞ്ചത്തിലുള്ള അവസ്ഥ എന്ന് ബോധിപ്പിക്കണം. ഇതും ഈ ഭാഗം തന്നെ ഗജേന്ദ്രൻ്റെ സ്തുതിയിൽ പറയണു. കാലേന പഞ്ചത്വമിതേഷു കൃഷ്ണശോ ലോകേഷു പാലേഷു ച സർവഹേതുഷു എന്ന് പറയണു. തമസ്തദാസിത് ഗഹനം ഗഭീരം യസ്തസ്യ പാരേ വിരാജതേ വിഭൂ. ഇതേ ശ്ലോകം, ഈ അർത്ഥം തന്നെയാണ് ഈ ശ്ലോകത്താൽ നമുക്ക് കിട്ടുക. അതാണ് ഗജേന്ദ്രൻ്റെ സ്തുതി നിർഗുണസ്തുതിയാണെന്ന് പറയുന്നത്. ബ്രഹ്മത്തിന് നമുക്ക് ഗുണമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാലാതീതം ഗുണാതീതം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, എങ്ങനെയാണ് വാക്കുകൊണ്ട് പറയാമെന്ന് ചോദിച്ചാൽ നിശ്ചയില്ല എന്നർത്ഥം. അപ്പോൾ ഗുരുവായൂരപ്പനെ ശരിക്ക്, ആ ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഗുരുവായൂരപ്പനെ ശരിക്ക് നമുക്ക് ഗുരുവായൂരിൽ കാണാൻ സാധിക്കണം. ഒരു സ്വരൂപം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ബ്രഹ്മം ഒരു സ്വരൂപം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പനാണ്, ആ കൃഷ്ണനാണ്. അത് ഓടക്കുഴൽ വിളിച്ചിട്ടായാലും വേണ്ടില്ല, ചതുർബാഹു സ്വരൂപത്തിലായാലും വേണ്ടില്ല, ഇനി ഒരു ഓടക്കുഴൽ മാത്രം മനസ്സിൽ കണ്ടാലും വേണ്ടില്ല, ആ പീലി തിരുമുടി മാത്രം മനസ്സിൽ കണ്ടാലും വേണ്ടില്ല. ആ ഭഗവാനെ നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാനാണ് സാധിക്കേണ്ടത്. ഭഗവാന് പലതായിട്ട് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. എല്ലാത്തിനും കാരണക്കാരനായിട്ടുള്ള ഈശ്വരനെ ഭഗവാനെ നമ്മൾ പല വിധത്തിൽ പറയും. പക്ഷേ തത്വത്തിൽ പറയുകയാണെങ്കിൽ ഈ ഭേദങ്ങളൊന്നും ഭഗവാന് ബാധകമല്ല എന്ന് പറയണം. കാരണം പലരും പല രീതിയിൽ ഭഗവാനെ സേവിക്കണം. എല്ലാത്തിനും കാരണക്കാരനായിരിക്കുന്ന ഭഗവാൻ ഒന്ന് മാത്രമാണ്. പല വ്യത്യസ്ത വിശ്വാസങ്ങളുണ്ട്, വ്യത്യസ്ത അനുഭവങ്ങളുണ്ട്, വ്യത്യസ്ത ചിന്താഗതികളുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും ഈ എല്ലാത്തിനും കാരണക്കാരനായിട്ടുള്ള ആൾ ഭഗവാൻ തന്നെയാണ്. ഈശ്വരനില്ല എന്നൊരാൾക്ക് പറയണം എന്നുള്ള ധൈര്യമുണ്ടെങ്കിൽ അതിന് കാരണക്കാരനും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. ശബ്ദബ്രഹ്മ ഇതി കർമ്മ ഇതി അണു ഇതി കാല ഇതി ആലപന്തി. അങ്ങനെയുള്ള ആ ഭഗവാനെ, ആ ഈശ്വരനെ ശബ്ദബ്രഹ്മമെന്ന് പറയാം, കർമ്മമാണെന്ന് പറയാം, കാലമാണെന്ന് പറയാം. ഭാഗവതത്തിൽ പറയണ്ടല്ലോ, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. ബ്രഹ്മമായിട്ട് പറയാം, പരമാത്മാവായിട്ട് പറയാം, ഭഗവാൻ എന്ന് പറയാം. ഏത് വാക്ക് നമ്മൾ ഉപയോഗിച്ചാലും അതൊക്കെ ആ ഈശ്വരനെയാണ് പറയണത്. എല്ലാത്തിനും കാരണക്കാരനായിട്ടുള്ള ഭഗവാനെയാണ് പറയണത്.
വേദാന്തങ്ങളൊക്കെ, അതായത് ഉപനിഷത്തുകളൊക്കെ ഭഗവാനെ പുരുഷൻ, പരൻ, ചിത്ത്, ആത്മാവ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയണ ആ ഭഗവാൻ തൻ്റെ ഒരൊറ്റ നോട്ടം കൊണ്ട് തു പ്രോക്ഷാമാത്രേണ വേദാന്തൈ യത് പുരുഷപരചിത ആത്മാഭിധം തത് തത്വം തു പ്രോക്ഷാമാത്രേണ മൂലപ്രകൃതി വികൃതി ഗീതം. അതായത് ഭഗവാന്റെ ഒരൊറ്റ നോട്ടേ വേണ്ടു. ആ നോട്ടുണ്ടെങ്കിൽ ഈ മൂലപ്രകൃതിക്ക് വികാരമുണ്ടാകുന്നു. അവിടെ നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. ഈ മൂലപ്രകൃതി എന്ന് പറയുന്നത് മായയാണ്. ആ മായയെ കൂട്ടുപിടിച്ച് മായയെ ഭഗവാനൊന്ന് നോക്കുക വേണ്ടു അല്ലേ? തൻ്റെ ഒരു നോട്ടം കൊണ്ട് സൃഷ്ടി ഇവിടെ ആരംഭിക്കണം. മൂലപ്രകൃതി മായയെ പിടിച്ചുകൊണ്ട് ഭഗവാൻ സൃഷ്ടി ആരംഭിക്കണം. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഒരു നോട്ടം മതി, ഒന്ന് കണ്ടാൽ മതി, ഒന്ന് അതിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ സൃഷ്ടി ആരാ ചെയ്തത്? ഭഗവാനാണ്. യുദ്ധം ചെയ്തിട്ട് വിജയിച്ചത് സൈന്യമാണോ? അല്ലല്ലോ, രാജാവല്ലേ. രാജാവ് നേരിട്ട് യുദ്ധത്തിന് പോണില്ല, സൈന്യമാണ് പങ്കെടുക്കുന്നത്. അതുപോലെ ഭഗവാനാണ് കാരണം. ഭഗവാൻ അവിടുന്ന് ഒരു നോട്ടം അങ്ങോട്ട് മുന്നോട്ട് വെച്ചിട്ടില്ലെങ്കിൽ, തൻ്റെ ഈക്ഷണം അവിടെ വെച്ചിട്ടില്ലെങ്കിൽ സൃഷ്ടി ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ സൃഷ്ടിക്കുന്നത് ആരാ? ഭഗവാൻ തന്നെയാണ്. അതായത് ഈ വിശ്വത്തിന് ഹേതുവായിരിക്കുന്ന ആൾ ഭഗവാനാണ്. ആ ഭഗവാനെ കൃഷ്ണ തസ്മൈ നമസ്തേ, ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. നമുക്കൊന്നേ വഴിയുള്ളൂ എന്ന് പറയാ. ഈ പരബ്രഹ്മത്തിനെ അങ്ങനെ നമ്മളെ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇതൊന്നും ചിന്തിച്ച് അറിയാൻ പറ്റാത്തതാണ്. ആ ഒരേ ഒരു കാര്യമേ നമുക്ക് പറ്റുള്ളൂ. ഭഗവാനെ നമസ്കരിക്കുക, ഗുരുവായൂരപ്പൻ നമസ്കരിക്കുക, വിളക്ക് മുമ്പിൽ വയ്ക്കുക, സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന ഗുരുവായൂരപ്പനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുക. ഇങ്ങനെ പട്ടേരിപ്പാട് പറയണമെന്നുണ്ടെങ്കിൽ ആ ബ്രഹ്മാനന്ദം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ബ്രഹ്മത്തിൻ്റെ സ്വരൂപത്തെ പറയാൻ പറ്റിയിട്ടല്ല, പക്ഷെ ആനന്ദം കിടന്ന് കളിക്കുന്നുണ്ടാവണം. ഇനി ഈ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ബ്രഹ്മത്തെ അറിയാൻ പറ്റാത്തത്? ഈ മൂലപ്രകൃതി, അതായത് ഈ മായ. ആ മായ എന്താണെന്ന് മനസ്സിലാവണ്ടേ? മായേൻ്റെ സ്വഭാവം എന്താണെന്ന് പറയാൻ, അതറിയാന്നുള്ളത് ഭയങ്കര പ്രയാസമാണ്. എത്രയായാലും നമുക്ക് ഇതൊക്കെ ഉള്ളതായിട്ടേ തോന്നും. സത്വേന അസത്യവാ സദസത്വേന എന്നുവെച്ചാൽ ഖലു. ഇതിപ്പം നമ്മൾ ഈ കാണുന്നതൊക്കെ ഉള്ളതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇത് ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം നമ്മൾ ഈ കാണുന്നതിനൊക്കെ നാശമുണ്ട്. ഇനി ചിലതൊക്കെ ഇപ്പം കയറ് കണ്ടിട്ട് നമ്മൾ പാമ്പാന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് അവിദ്യ എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചം നമുക്കുള്ളതാണെന്ന് തോന്നുകയാണ്. ശരിക്കും സൃഷ്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സൃഷ്ടിച്ചിട്ടില്ല, സൃഷ്ടിച്ചു എന്ന് തോന്നി എന്നാണ്. ഇനി ഈ മായ തന്നെ ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ സ ഏവ യത് കൃപാസ്യന്തലാഭേ ശ്രുതിവചനലവേ. ഈ മായ തന്നെ നമുക്ക് ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ മായ വിദ്യാസ്വരൂപം പ്രാപിക്കും. എന്നിട്ട് ഈ മായ തന്നെ നമുക്ക് തത്വജ്ഞാനം എത്തിച്ചു തരും. മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കുക എന്ന്. അതുകൊണ്ട് ഈ മായ തന്നെ നമുക്ക് അറിവ് തരും ചില സമയത്ത്. കാരണം അനുഭവിച്ച് കുറേ കഴിയുമ്പോൾ വേദാന്തത്തിൻ്റെ തത്വം എന്താണെന്ന് മനസ്സിലാവും, തത്വമസി എന്ന് മനസ്സിലാവും. അപ്പം അവിടെ വിദ്യാസ്വരൂപം പ്രാപിക്കും. ആ പ്രാപിച്ചു കഴിഞ്ഞാൽ തത്വജ്ഞാനം വരും. അപ്പം ഈ മായ തന്നെ നമുക്ക് മഴുവായിട്ട് മാറും. എന്തിനെ ഛേദിക്കാൻ? മായയെ തന്നെ ഛേദിക്കാൻ. അതായിട്ട് മാറണം. ഈ അവിദ്യ അങ്ങോട്ട് നീങ്ങിയാൽ പിന്നെ വിദ്യ പ്രകാശിക്കുന്ന അർത്ഥം. അപ്പം അതിന് വേണമെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. യത് കൃപാസ്യന്തലാഭം അല്ലേ? യത് കൃപാസ്യന്തലാഭേ എന്ന് പറയുന്നു. ആ ഭഗവാന്റെ കാരുണ്യം, അതായത് ഭക്തി. ഭഗവാന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്തി ഉണ്ടാവുക. ആ ഭക്തി ഉണ്ടാവുമ്പോൾ സത്സംഗം ഉണ്ടാവും.
സത്സംഗം ആഗ്രഹിക്കും, സത്സംഗം നമുക്ക് കിട്ടിക്കോളും. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഗുരുവിനെ ലഭിക്കും. അപ്പം നമുക്ക് പിന്നെ വേദാന്ത ജ്ഞാനം വരും. വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥ, വേദാന്ത വിജ്ഞാനമൊക്കെ വരും. വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അപ്പോൾ ഈ ഭഗവാന്റെ കടാക്ഷമാണ് നമുക്ക് ലഭിക്കേണ്ടത്. കടാക്ഷം ലഭിക്കണമെങ്കിൽ ഒന്നേ വഴിയുള്ളൂ. എന്തുമാത്രം? നമസ്കരിക്കുക. നമസ്കരിക്കാൻ സാധിക്കുക. വെറുതെ അല്ല. ശ്രീരുദ്രത്തിലൊക്കെ എല്ലാം നമ നമ എന്നാണ്. നമകം ആണ്. പിന്നെ അതിൻ്റെ പിന്നാലെ ചമക്കവും. അപ്പം അതുകൊണ്ട് നമുക്ക് ഗുരുവായൂരപ്പനെ നമസ്കരിച്ചാൽ എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും ഉണ്ടാവും. ഈ മായയുടെ ഉപദ്രവം വല്ലാതെ ഉണ്ടാവില്ല. ഈ സംസാരമാകുന്ന കാട് അല്ലേ, അതിൽ വന്നിട്ട് നമ്മളിങ്ങനെ പെട്ടുകിടക്കുക. അപ്പം അതിൽ നിന്ന് രക്ഷ ഉണ്ടാവണമെങ്കിൽ നമസ്കരിക്കുക മാത്രമേ വഴിയുള്ളൂ. ബ്രഹ്മത്തിനെ മുഴുവനായിട്ട് അറിയുക എന്നുള്ളത് സാധ്യമല്ല. നേതി എന്നൊക്കെ പറഞ്ഞു പോയാൽ എന്താണ് അവശേഷിക്കുന്നത്? അതാണ് ബ്രഹ്മം എന്നൊക്കെ നമുക്ക് പറയാം. അതൊക്കെ ശരിയാണ്. പക്ഷേ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും നേതി എന്ന്? കാരണം ഈ മായയാണിത് മുഴുവനെ. മായയിൽ പെട്ടുകിടക്കുകയാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് ഒറ്റ വഴിയുള്ളൂ. നാമം ജപിക്കുക, നമസ്കരിക്കുക, നാമം ജപിക്കുക. ഇനി മറ്റൊരു വഴിയുള്ളത് എന്താ വെച്ചാൽ, ഇവിടെ കാണുന്നതൊക്കെ ബ്രഹ്മമായിട്ട് മനസ്സിലാക്കുക. ഇപ്പം നമുക്ക് ഈ മൂലപ്രകൃതി, അതായത് മായ, നമുക്ക് ഈ പ്രപഞ്ചം, ഈ ജഗത്ത് മുഴുവൻ അത് ബ്രഹ്മമായിട്ട് എടുത്താൽ മതി. ഈ കാണുന്നതൊക്കെ ബ്രഹ്മമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ബ്രഹ്മവും പ്രപഞ്ചവും ഒന്നായി. പഞ്ചമസ്കന്ധം അതാണല്ലോ പറയണത്. സ്ഥൂലം വപു സകല ജീവനികായ ധാമ. ഈ സപ്തസാഗരങ്ങളെയും അതുപോലെ സപ്തദ്വീപുകളെയും മുകളിലേക്കുള്ള ലോകങ്ങളെയും താഴേക്കുള്ള ലോകങ്ങളെയും ഇതൊക്കെ കൂടി ഇവിടെ എല്ലാം സകലവും ഭഗവാനാണ് എന്ന് സൂചിപ്പിക്കണില്ലേ. അതുകൊണ്ട് ഈ മായയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇനി തോന്നുന്നില്ലെങ്കിലും, ഇവിടെ കാണുന്നത് മുഴുവൻ ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കണമെങ്കിൽ പ്രധാനപ്പെട്ടതിലൊക്കെ ഈശ്വരനെ കാണാം. വിഭൂതി യോഗം. അങ്ങനെ കണ്ട് എല്ലാത്തിലും ഈശ്വരനെ കാണാൻ സാധിക്കുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ശാന്തത വരും. അപ്പം നമുക്ക് മനസ്സിലാവും ഭഗവാൻ ജഗതി അദ്വിതീയം തേ തദ്വപു അധുന അഭിസ്ഫുരതി എന്ന് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഈ ഭഗവാനാണ് ഏക ഏവ അദ്വിതീയം. ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഭഗവാൻ ഒന്ന് മാത്രം, രണ്ടില്ല എന്നുള്ള രീതിയിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ ശോഭിക്കുന്നത് മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ഏകമായിട്ടുള്ള അദ്വിതീയമായിരിക്കുന്ന വപുസ്സാണ്, ശരീരമാണ്. ഇപ്പോൾ അവിടെ നിലനിൽക്കുന്ന സമയത്ത് പോലും ഭഗവാൻ തന്നെയാണ് ശോഭിക്കുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ സ്വപ്നം കണ്ട ആൾക്ക് അത് ഉണരുമ്പോൾ ഇത് സ്വപ്നമാണെന്ന് തിരിച്ചറിയുന്നത് പോലെ, അല്ലെങ്കിൽ കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് ധരിച്ച് വെളിച്ചം കിട്ടിയപ്പോൾ അത് കയറാണെന്ന് തിരിച്ചറിയുന്നത് പോലെ, വിദ്യ നമുക്ക് ലഭിക്കുമ്പോൾ ആ വിദ്യ ഇല്ലാതെയായിട്ട് ആ തത്വം, ആ ബ്രഹ്മതത്വം നമുക്ക് സ്പഷ്ടമായിട്ടറിയാൻ സാധിക്കുന്നു. അത് സാധിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? കൃഷ്ണ തസ്മൈ തേ നമഃ. ഇതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ അനുഭവസ്വരൂപനാണ്. ആ ഭഗവാനെ നമസ്കരിക്കുക മാത്രമേ വഴിയുള്ളൂ. അങ്ങനെയുള്ള ആ ബ്രഹ്മസ്വരൂപമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശോഭിക്കുന്നത്. ഗുരുവായൂരപ്പനായിട്ട്, കൃഷ്ണനായിട്ട്, സകല പ്രപഞ്ചത്തിലുള്ള എന്ത് കാര്യങ്ങൾക്കും കാരണക്കാരനായിരിക്കുന്ന, പ്രപഞ്ചത്തിൻ്റെ സ്വരൂപനായിരിക്കുന്ന, സകല നിയന്താവായിരിക്കുന്ന ആ സർവേശ്വരനാണ് ഗുരുവായൂരമ്പലത്തിൽ ശോഭിക്കുന്നത്, ഗുരുവായൂരപ്പനായിട്ട് ശോഭിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ കൃഷ്ണനെ, ആ പരമാത്മാവിനെ, ആ പരബ്രഹ്മത്തെ, ആ പരിപൂർണ അവതാരത്തെ നമസ്കരിക്കുക.
അതാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. യദ്ഭീത്യോദേതി സൂര്യോ ദഹതി ച ദഹനോ വാദിവായുസ്തധാന്യേ യദ്ഭീത പത്മജാദ്യ പുനരുചിതബലീനാഹരം ധേനുകാലം. ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ, നമ്മൾ കൺമുന്നിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ, അതൊക്കെ ഭഗവാനെ ബഹുമാനിച്ചുകൊണ്ടാണ്, പേടിച്ചുകൊണ്ടാണ്. സൂര്യൻ ഉദിക്കുന്നുണ്ടെങ്കിൽ യദ്ഭീത്യാ സൂര്യ ഉദേതി, സൂര്യൻ എന്തുകൊണ്ടാണ് ഉദിക്കുന്നത്? ആ ഭഗവാനെ പേടിച്ചിട്ടാണ്, ഈ ഗുരുവായൂരപ്പനെ പേടിച്ചിട്ടാണ്. ഇനി അഗ്നി ദഹിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാനെ പേടിച്ചിട്ടാണ്. കാറ്റ് വീശുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാനെ പേടിച്ചിട്ടാണ്. യദ്ഭയാത് വാദിവാതോയം സൂര്യസ്തപതി യദ്ഭയാത് എന്ന് തൃതീയ സ്കന്ധം പറയണു, 29ാമത്തെ അധ്യായത്തിൽ. ഏകദേശം ഒരു 40 ശ്ലോകമൊക്കെ ആവുമ്പോൾ അവിടെ പറയണു, സൂര്യൻ ഉദിക്കുന്നത് ആ ഭഗവാനെ പേടിച്ചിട്ടാണ്. അതുപോലെ തന്നെ തൃതീയം 25 പറയണം, മദ്ഭയാത് വാദിവാതോയം എന്ന് പറയുന്നുണ്ട്. എൻ്റെ വേറെ രീതിയിൽ പറയുന്നുണ്ട്. കാറ്റടിക്കാൻ കാരണം ഭഗവാനെ പേടിച്ചിട്ടാണ്, സൂര്യൻ ഉദിക്കാൻ കാരണം ഭഗവാനെ പേടിച്ചിട്ടാണ്. അപ്പം എല്ലാം ഇവിടെ ആരെ ഭയന്നിട്ടാണ് നടക്കുന്നത്? കാര്യങ്ങളെല്ലാവരും ചെയ്യണത് ഭഗവാനെ ഭയന്നിട്ടാണ്. ബ്രഹ്മാദികൾ പോലും തഥാ അന്യേ പത്മജാദ്യ യദ്ഭീത പുനഃ അനുകാലം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാദികൾ പോലും, ബ്രഹ്മാവ് പോലും ഈ ഭഗവാനെ ഭയന്നിട്ടാണ് വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണത് എന്ന് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കൊന്നേ വഴിയുള്ളൂ, കൃഷ്ണ കുർമ്മ പ്രണാമം. അതുകൊണ്ട് ആ ഗുരുവായൂരപ്പനെ അല്ലേ പട്ടേരിപ്പാട് ഇവിടെ പറയാണ്, വയമപി ഭവതേ കൃഷ്ണ കുർമ്മ പ്രണാമം. ഇവിടെ വയം എന്നാണ് പറയണത് അല്ലേ, ബഹുവചനായിട്ട് തന്നെയാണ് പറയണത്. ആ ഭഗവാനെ, ആ ഗുരുവായൂരപ്പനെ നമുക്ക് എല്ലാവരും കൂടി നമ്മൾ എന്ത് ചെയ്യാം? നമസ്കരിക്കാം. ആ ബ്രഹ്മം തന്നെയാണ് ഗുരുവായൂരമ്പലത്തിലെ ശ്രീകോവിലിൽ ശോഭിക്കണത്. ഗുരുവായൂരിലെന്നല്ല, ഈ പ്രപഞ്ചം മുഴുവൻ ശോഭിക്കണത് ആ ശക്തിയാണ് എന്ന് പറയണു. ത്രൈലോക്യം ഭാവയന്തം ത്രിഗുണമയമിതം ത്രിക്ഷരസ്യേകവാച്യം. ഇവിടെ എന്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ 3ആയിട്ട് പറയാം. ത്രിഗുണമയം വിധം ത്രൈലോക്യം ഭാവയന്തം. ഈ പ്രപഞ്ചം എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ഗുണങ്ങളാണ് സൃഷ്ടിക്ക് കാരണം അല്ലേ, സത്വരജസ്തമോ ഗുണങ്ങൾ, അതിൻ്റെ വികാരമാണ് ഈ പ്രപഞ്ചം. അപ്പോൾ അവിടെ 3 ഗുണങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ 3 ഗുണങ്ങളെ അതിൻ്റെ റേഷ്യോ തെറ്റിയാലാണ് സൃഷ്ടി ഉണ്ടാവുക. ത്രിക്ഷരസ്യ ഏകവാച്യം. ഇനി ഈ 3ൻ്റെ വേറെ ഒന്ന് പറയണു, പ്രണവം. ആ ഉ മ ഇത് കൂടി ചേർന്നാൽ ഓം നായി. ഇനി ത്രിമൂർത്തികൾ എടുത്താൽ അവരുടെ ഏകഭാവം, ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ലേ, ഇവരെ ഒന്നായിട്ട് കാണണം. ത്രിഭി നിഗമൈ അപ്പി. 3 വേദങ്ങളും ആരെയാണോ പറയണത്? ഈ ഭഗവാനെയാണ് പറയണത്. അപ്പോൾ ഈ പ്രണവം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഭഗവാനെയാണ് സൂചിപ്പിക്കുക, ബ്രഹ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ ഭഗവാനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി 3 വേദങ്ങൾ പറഞ്ഞു, ഋക്ക് യജുസ് സാമം. ഇനി ഭഗവാന്റെ സ്വരൂപം എന്താണെന്ന് പറഞ്ഞു, സച്ചിദാനന്ദം ആണെന്ന് പറഞ്ഞു. സത്ത് ചിത്ത് ആനന്ദം, ഇത് 3 നേരത്തെ പറയണ്ടായി. ഇനി 3 അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞാലും ഏതൊക്കെയാണ്? ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഇനി 3 യുഗങ്ങൾ, അത് 2 രീതിയിലൊക്കെ പറയാറുണ്ട്. കൃതത്രേത ദ്വാപരാണെന്ന് പറയും, ത്രേതദ്വാപര കലി ആണെന്ന് പറയും, ത്രേതാദ്വാപര കലി എന്ന് പറയാറുണ്ട്. കാരണം കൃതയുഗത്തിൽ എന്ന് പറഞ്ഞാൽ തപസ് മാത്രമേ ഉള്ളൂ, അപ്പോൾ അവതാരത്തിൻ്റെ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി പറയണത്. അവതാരത്തിൻ്റെ ആവശ്യമില്ല എന്ന്.
കാരണം അവിടെ തപസ് മാത്രമല്ലേ ഉള്ളൂ. കലിയുഗത്തിലാണെങ്കിൽ നിങ്ങളുടെ എടുത്താൽ കലിയുഗത്തിൽ അവതാരമില്ല. കൃതയുഗം ആരംഭിക്കുന്ന സമയത്താണ് കൽക്കി അവതരിക്കുക. അപ്പം എങ്ങനെ നമ്മൾ മൂന്നായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മൂന്ന് ആയിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ത്രിക്രമാക്രാന്ത വിശ്വം എന്ന് പറയുന്നു. ഈ മൂന്ന് ലോകങ്ങളും മൂന്നടി കൊണ്ട് ആരാ അളന്നെടുത്തത്? വാമനമൂർത്തിയാണ്. ഈ മൂന്ന് കാലത്തിലും ഭേദമില്ലാത്ത ആൾ ആരാ? ഭഗവാനാ. ത്രൈകാല്യേ ഭേദഹീനം ത്വാം. ഈ മൂന്ന് കാലത്തിലും ഭേദമില്ലാത്ത ആൾ ഭഗവാൻ മാത്രമാണ്. ഇനി ജ്ഞാനമായാലും ഭക്തിയായാലും കർമ്മമായാലും ഈ മൂന്ന് വഴിയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും ഭഗവാനെയാണ്. അതുകൊണ്ട് ഭഗവാൻ മാത്രമാണ് എല്ലാം. ഏത് വഴി പോയാലും എവിടേക്കാണ് എത്തുക? ഭഗവാനിലേക്കാണ് എത്തുക. ഏത് തത്വത്തിൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാലും അവസാനം എവിടെ എത്തും? ഭഗവാനിലേക്ക് എത്തും. എല്ലാ നദികളും അവസാനം സമുദ്രത്തെ ലക്ഷ്യമാക്കിയിട്ടാണ് ഒഴുകുക, അല്ലേ? സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. എല്ലാ നമസ്കാരവും എവിടേക്കെത്തും? ഭഗവാനിലേക്കെത്തും. സത്യം ശുദ്ധം വിബുദ്ധം ജയതി തവ വപു നിത്യമുക്തം നിരീഹം നിർദ്വന്ദ്വം നിർവികാരം നിഖില ഗുണഗണ വ്യഞ്ജനാധാരഭൂതം. സത്യം ശുദ്ധം വിബുദ്ധം നിത്യമുക്തം നിരീഹം. സത്യം എന്ന് പറഞ്ഞാൽ മായയായിട്ടൊരു ബന്ധമില്ലാതിരിക്കുക, അതാണ് സത്യം. ഇവിടെ ഭഗവാന്റെ അവതാരം സൂചിപ്പിക്കുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ പറയണ്ടല്ലോ, സത്യം അനവധി വാക്കുകൾ കൊണ്ട് പറയണു. ഇനി സത്യം പരം ധീമഹി, ആ സത്യസ്വരൂപനാരായണ ഭഗവാനാണ്, ഗുരുവായൂരപ്പനാണ്. അതായത് ഈ ഭഗവാൻ സത്യമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാതെ ജ്ഞാനസ്വരൂപനായിട്ട് എല്ലാവർക്കും കൈവല്യം കൊടുക്കാൻ തയ്യാറായിട്ട്, പ്രത്യേകിച്ച് ഒരാഗ്രഹവുമില്ലാതെ, രണ്ടെന്നില്ല ഭാവമില്ലാതെ ഇരിക്കുന്ന ഈ ഭഗവാൻ, ആ ഭഗവാനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ രാഗം ദ്വേഷം ഇതൊന്നുമില്ല, ദ്വന്ദ്ങ്ങളൊന്നുമില്ല. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഭഗവാൻ ആരുടെ? നിസ്സംഗാനം മുനീനാം നിരൂപമ പരമാനന്ദ സാന്ദ്രപ്രകാശം. ഈ ഭഗവാൻ മഹർഷിമാരുടെ മനസ്സിൽ അവർ സമാധിയിലായിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വിളങ്ങണു, തിളങ്ങണു, ശോഭിക്കണു. അപ്പോൾ ഭഗവാൻ ഇവിടെ ഉള്ളതിന് എന്തെങ്കിലും കാരണം? ഭഗവാനാണ് എല്ലാത്തിനും കാരണക്കാരൻ. അപ്പോൾ അതിന് കാരണം വേണോ? വേണ്ട. അതുകൊണ്ട് ഭഗവാൻ പരമാനന്ദ സ്വരൂപനാണ്, പ്രകാശ സ്വരൂപനാണ്, നിഷ്കള ബ്രഹ്മമാണ് ആ ഭഗവാന്റെ സ്വരൂപം. ആ ഭഗവാൻ വിജയിക്കട്ടെ, വിജയിക്കട്ടെ, ജയതി, അല്ലേ? എപ്പോഴും വിജയിച്ചിട്ട് നിൽക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, ആ സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ മാത്രം. അപ്പം നമുക്ക് ഈ ബ്രഹ്മത്തിനെ പറയാൻ പറ്റുമോ? ഈ ബ്രഹ്മം എന്നുള്ളത് നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല. എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ ബ്രഹ്മമാണ്. ഒക്കെ ഭഗവാന്റെ തത്വമായിട്ട് കാണുക, ഒക്കെ ഭഗവാന്റെ പ്രകാശമായിട്ട് കാണുക. അതാണ് നമുക്കുള്ള ഒരേ ഒരു വഴി. അതാണ് സത്യം. ഭഗവാൻ മാത്രമാണ് സത്യം എന്ന് പൂർണ്ണമായിട്ട് സൂചിപ്പിക്കണു പട്ടേരിപ്പാട്. ആ സത്യമാണ് ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പനെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, അല്ലേ, മറ്റുള്ളതിനെ മനസ്സിലാക്കിയാൽ മതി. എന്തിനെ? അതായത് ഈ കാലത്തിനെ മനസ്സിലാക്കുക. കാലത്തിനെ മനസ്സിലാക്കിയ വേഗം ഇതിൻ്റെ സ്പീഡ് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ ഭഗവാന്റെ കാലചക്രം ഇങ്ങനെ തിരിയല്ലേ, ആ തിരിച്ചിൽ നമ്മളിങ്ങനെ പെട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ആ പെട്ടുകൊണ്ടിരിക്കണ്ടെങ്കിൽ, ആ ഭഗവാനെ എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കാം. കാരണം നമ്മൾ നല്ല കാറ്റടിക്കാന്ന് വിചാരിക്കുക, എന്തിനെങ്കിലും കൂട്ടി പിടിച്ചിരിക്കുക. അല്ലെങ്കിൽ നല്ല ഒഴുക്കുള്ള വെള്ളത്തിലാണ് നിൽക്കുന്നതെങ്കിൽ എവിടെയെങ്കിലും ഉറപ്പുള്ള സ്ഥലത്ത് പിടിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ നമുക്ക് ഭഗവാന്റെ ആ പാദത്തെ പിടിച്ചിരിക്കുക, അല്ലാതെ ഒരു വഴിയില്ല. ദുർവാരം ദ്വാദശാരം ത്രിശത പരിമിള ഷഷ്ടി പർവാഭിവീതം. ഭഗവാന്റെ ആ ചക്രത്തിനെക്കുറിച്ച് പറയണു. കാലസ്വരൂപനായിരിക്കുന്ന ആ ചക്രത്തിൻ്റെ മുനകളെ
12 അഴികൾ, 360 ചക്രത്തിൻ്റെ മുനകളുണ്ട്. അതിങ്ങനെ വളരെ സ്പീഡിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനെ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ആർക്കും തടയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഈ കാലത്തിൻ്റെ ചലനം കൊണ്ട് വീണ്ടും ഇവിടെ വരണു, തിരിച്ചു പോണു, വീണ്ടും പുനരഭിജനനം, മരണം എന്നുള്ളതിലേക്ക് പോവാതെ ഈ കാലത്തിൻ്റെ വേഗത കൊണ്ട് വീണ്ടും വന്നു പോവാൻ ഇടവരാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ, വീണ്ടും പ്രയാസമനുഭവിച്ച് ഈ സംസാര സാഗരത്തിൽ വരണ്ട എന്നുണ്ടെങ്കിൽ, അതിന് ഈ സാഗരത്തിൽ, ഈ ഒഴുക്കുള്ള ഈ വെള്ളത്തിൽ ഉറപ്പുള്ള ഭഗവാന്റെ ആ പാദത്തെ ഇങ്ങോട്ട് പിടിച്ചു നിൽക്കുക. അതിന് സ്ഥിരത ഉണ്ട്. അതിൽ ബലമായിട്ട് അങ്ങോട്ട് പിടിക്കുക. അത് പിടിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഭഗവാൻ തന്നെ, ഭഗവാന്റെ പാദമാണ് ആശ്രയം. ആ പാദം തന്നെയാണ് ഭഗവാൻ തൻ്റെ ചുണ്ടിലേക്ക് വെച്ചിരിക്കുന്നത്. ആ വിരലുകൾ, പാദത്തിൻ്റെ വിരലുകൾ ചുണ്ടിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചു കൊണ്ടിരിക്കുക. ദ്വാദശസ്കന്ധം പറയണു. അതുകൊണ്ട് നമുക്കും വേറെ ഒന്നും ആശ്രയമില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പാദത്തെ ആശ്രയിച്ചാൽ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും വേദനകളും ഒക്കെ ഇല്ലാതെയാവും. അതുകൊണ്ട് നമുക്കും എന്ത് ചെയ്യാം? ആ ഗുരുവായൂരപ്പൻ്റെ പാദത്തെ ആശ്രയിക്കാം. ചക്രം തേ കാലരൂപം വ്യഥയതു നതുമാം ത്വത്പദൈകാവലംബം വിഷ്ണോ കാരുണ്യസിന്ധോ പവനപുരപതേ പാഹി സർവാമയൗഘാത്. അതുകൊണ്ട് ഭഗവാനെ പട്ടേരിപ്പാട് പ്രാർത്ഥിക്കണു. അങ്ങ് കാരുണ്യമൂർത്തിയാണ്. അതുകൊണ്ട് അങ്ങയുടെ പാദത്തെ ആശ്രയിച്ചിരിക്കുന്ന എനിക്ക് അധികം വേദനയൊന്നും തരരുത് കേട്ടോ ഭഗവാനെ. അങ്ങ് കാരുണ്യമൂർത്തിയല്ലേ, എന്നെ ഈ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് 98ാമത്തെ ദശകം സമർപ്പിക്കുന്നത്. നമുക്കും ആ പാദത്തെ ആശ്രയിക്കാൻ എപ്പോഴും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും ആ പാദത്തിൽ, ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.